വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ 2016 പുറത്തിറങ്ങിയ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് പീറ്റ്സ് ഡ്രാഗൺ. ഒരു വാഹനാപകടത്തെ തുടർന്ന് കാടിനുള്ളിൽ ഒറ്റപ്പെടുന്ന കുട്ടിയെയും അവൻ കണ്ടെത്തുന്ന അത്ഭുതകരമായ ഡ്രാഗണിനെയും കുറിച്ചുള്ള കഥയാണ് ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ പീറ്റും അവന്റെ അമ്മയും അച്ഛനും ചേർന്ന് കാടിനുള്ളിലൂടെ യാത്ര പൊക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടിയായ പീറ്റ് ഒരു നായ്ക്കുട്ടിയുടെ കഥ വായിക്കുകയും ഇതിനിടെ അവൻ അതിലെ ഹീറോ ആയ പട്ടിയുടെ പേര് വായിക്കാൻ നോക്കുമ്പോൾ അതവന് പറ്റാത്തത് കണ്ട് ഏലിയറ്റാണ് മോനെ എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയും അതോടെ അവൻ സന്തോഷത്തോടെ ബുക്ക് വായിക്കുകയും സാഹസികത നടത്തുന്ന പട്ടി എന്നൊക്കെ കാണുമ്പോൾ എന്താണ് അമ്മേ സാഹസികത എന്നൊക്കെ അവൻ ചോദിക്കുകയും ധൈര്യമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് സാഹസമെന്ന് അച്ഛൻ പറയുകയും നമ്മളിപ്പോൾ കാടിനുള്ളിലൂടെ പോകുന്നത് ഒരു സാഹസമാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലേക്ക് ഒരു മാൻ ചാടുകയും അതോടെ വണ്ടി വെട്ടിച്ചു മാറ്റുമ്പോൾ വണ്ടി മറിയുകയും അതിൽ പീറ്റ് രക്ഷപ്പെടുമെങ്കിലും അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോവുകയും അങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് കരഞ്ഞതിനു ശേഷം എന്ത് ചെയ്യണമെന്നറിയാത്ത പീറ്റ് അവന്റെ ബുക്കൊക്കെ എടുത്ത് ബാഗിലിട്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്ത കാട്ടിൽ നിന്നും ചെന്നായിയുടെ ഓരിയിടൽ കേട്ട് പേടിച്ച കുട്ടി അടുത്തുള്ള കാട്ടിലേക്ക് അങ്ങ് ഓടുമ്പോൾ കൂടെ അതും വരുന്നതായി അവന് തോന്നുകയും അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് എത്തിയതും ചെന്നായി കൂട്ടങ്ങൾ അവനെ വളയാൻ തുടങ്ങുകയും അവൻ പേടിച്ചു നിൽക്കുമ്പോൾ തൊട്ടടുത്ത കാട്ടിൽ നിന്നും വലിയ എന്തോ സൗണ്ട് കേട്ട് അവൻ വീണ്ടും പേടിക്കുമ്പോൾ ചെന്നായികളൊക്കെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ഈ സമയം ആ വലിയ ഡ്രാഗൻ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ നോക്കുമ്പോൾ നീ എന്നെ ഇപ്പോ തിന്നു എന്നൊക്കെ കുട്ടി പേടിയോടെ ചോദിക്കുമ്പോൾ ഡ്രാഗൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ബാഗ് അവന്റെ അടുത്തോട്ട് ആക്കുകയും അങ്ങനെ അവൻ ബാഗ് എടുത്ത് ഡ്രാഗനെ തൊടുമ്പോൾ ഡ്രാഗന്റെ കളറ് കൂടുതൽ പച്ചയാവുകയും അങ്ങനെ ഡ്രാഗൻ അതിന്റെ കയ്യിലോട്ട് കയറാൻ പറയുമ്പോൾ അവൻ പുറകിലോട്ട് അമ്മയും അച്ഛനും ഉണ്ടോന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരുമില്ലാത്തത് കണ്ട് ഡ്രാഗന്റെ കയ്യിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഡ്രാഗൻ അവനെയും എടുത്ത് പറന്നു വരുമ്പോൾ സിനിമ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ കാടിനടുത്തുള്ള ടൗണിലെ ഒരു അപ്പൂപ്പൻ അടുത്തുള്ള വീട്ടിലെ പിള്ളേരോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരിക്കൽ കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കാട്ടിനുള്ളിൽ വലിയൊരു ഡ്രാഗനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ ആ ഡ്രാഗൻ എന്ത് കളറാണെന്നൊക്കെ പിള്ളേർ ആവേശത്തോടെ ചോദിക്കുമ്പോൾ അത് പച്ച കളറാണെന്നൊക്കെ അപ്പൂപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പന്റെ മകളായ ഗ്രേസ് അങ്ങോട്ടേക്ക് വരികയും നിങ്ങൾ പിള്ളേരെ പേടിപ്പിക്കുകയാണോ അച്ഛാ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഞാൻ ആ കാട്ടിൽ കണ്ട കാര്യമാണ് പറഞ്ഞതെന്ന് അപ്പൂപ്പൻ പറയുകയും ഈ സമയം ഞാൻ ഇത്രയും കാലം ഫോറസ്റ്റ് ഓഫീസർ ആയിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഇതുവരെ ആ കാട്ടിൽ അച്ഛൻ പറഞ്ഞ ഡ്രാഗനെ കണ്ടില്ലല്ലോ എന്നൊക്കെ പിള്ളേരോട് പറയുകയും അങ്ങനെ ഒരു ഡ്രാഗൻ ഇല്ല എന്ന് ഗ്രേസ് പറയുമ്പോൾ നീ കാണാത്തതാണെന്ന് അച്ഛൻ പറയുകയും ഇതിനിടെ അവൾ അവിടെ നിന്നും ജോലിക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അപ്പൂപ്പ എന്നൊക്കെ പിള്ളേര് പറയുകയും അപ്പൂപ്പന് സന്തോഷമാവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു മുഴൽ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റ് പുറകെ ചെന്ന് അവനങ്ങ് പിടിക്കുകയും അവനതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു കരടി അവന് നേർക്ക് വരികയും അതോടെ അതിനെ അവിടെ ഇട്ട് കരടിയെ നോക്കി അലറുമ്പോൾ ഡ്രാഗൻ പുറകിൽ നിൽക്കുന്നത് കണ്ട് കരടി പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അതോടെ പുറകിൽ നിൽക്കുന്ന ഏലിയറ്റിനെ കണ്ട് പീറ്റിന് സന്തോഷമാവുകയും അവർ കളിച്ചും ചിരിച്ചുമൊക്കെ കാട്ടിനുള്ളിലൂടെ ഓടുകയാണ്. പീറ്റ ഡ്രാഗനെ പേരിട്ടിരിക്കുന്നത് അവന്റെ കുട്ടിക്കാലത്തെ പുസ്തകത്തിലുള്ള ഏലിയറ്റ് എന്ന പേരാണ്. അങ്ങനെ അവർ ഒരുപാട് സമയം ഓടിച്ചാടിയൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് പീറ്റ് കാണാതെ ഡ്രാഗൻ അങ്ങ് ഇൻവിസിബിൾ ആവുകയും ഇതിനിടെ പീറ്റ് അവനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഈ ഡ്രാഗന്റെ മെയിൻ പ്രത്യേകത ഇൻവിസിബിൾ ആവാൻ പറ്റും. അങ്ങനെയാണ് ഡ്രാഗൻ ഇത്രയും കാലം ആരുടെയും കണ്ണിൽ പെടാതെ ഒളിച്ചു നിന്നത്. ശേഷം പീറ്റ് ഓടി ഒരു മലയിൽ നിന്നും താഴേക്ക് എടുത്തങ്ങ് ചാടുമ്പോൾ ഡ്രാഗൻ പറന്നു ചെന്ന് അവനെ എടുത്തങ്ങ് പറക്കുകയും അവർ സന്തോഷത്തോടെ മേഘത്തിലൂടെയൊക്കെ പറന്ന് സ്പീഡിൽ താഴേക്കൊക്കെ വന്ന് പറന്ന് അവിടെ ഇറങ്ങുകയും ശേഷം പീറ്റ് ഒരു മരത്തിന് മുകളിലൊക്കെ കയറി ചെന്നായി കരയുന്നത് പോലെയൊക്കെ കരയുമ്പോൾ ഡ്രാഗനും അതുപോലെ കരയുകയും അങ്ങനെ അന്ന് രാത്രിയാവാൻ പോയതും നക്ഷത്രമൊക്കെ നോക്കി അവർ ഒരുമിച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അങ്ങനെ ഇന്നവർ കാട്ടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗ്രേസിനെ അവിടെ കാണുകയും അതോടെ ഏലിയറ്റ് ഇൻവിസിബിളും ആകുമ്പോൾ പീറ്റ് അവളെ ഫോളോ ചെയ്തു പോവുകയും അവൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ബാഗ് താഴെ വെച്ച് മരത്തിലൊക്കെ സ്പ്രേ പെയിന്റ് അടിക്കാൻ നോക്കുമ്പോൾ പീറ്റ് അവളുടെ ബാഗിലുള്ള കോമ്പസ് എടുത്ത് ഒളിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുകയും അതോടെ അവൾ അവിടേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഓഫീസർ പോവാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയും അതോടെ അവൾ നടന്ന് വണ്ടിയിൽ വേഗമിട്ട് അടുത്തുള്ള JCBയുടെ അടുത്തേക്ക് പോവുകയും ശേഷം താക്കോലെടുത്ത് എറിഞ്ഞങ്ങ് കളയുകയും ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്യുമ്പോൾ പീറ്റ് ആ താക്കോൽ എടുത്ത് നോക്കുകയും ഇതിനിടെ ഡ്രാഗൻ JCBയുടെ അടുത്ത് ചെന്ന് അതിനെ മറിച്ചങ്ങിടുകയും ഇതിനിടെ പീറ്റിന്റെ അടുത്ത് വന്ന് അവനെടുത്ത സാധനമൊക്കെ മണത്ത് നോക്കുമ്പോൾ അതങ്ങ് തുമ്മുകയും ഇതിനിടെ ആ കോമ്പസിലുള്ള ഫോട്ടോയൊക്കെ നോക്കുകയും അന്ന് രാത്രി അതും നോക്കി അവൻ അവന്റെ പഴയ ബുക്കായ ഏലിയറ്റിന്റെ സ്റ്റോറിയുള്ള ബുക്ക് വീണ്ടും എടുത്ത് നോക്കുകയും ശേഷം ആ കോമ്പസിലെ ഫോട്ടോ നോക്കി ആ പെണ്ണ് എവിടെ നിന്നായിരിക്കും വന്നത് എന്നൊക്കെ അവൻ പറയുകയും ശേഷം ഡ്രാഗന്റെ ഗുഹയിൽ അവൻ ഡ്രാഗനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അവനും ഡ്രാഗനും നല്ലപോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ വീഴുന്ന സൗണ്ട് കേട്ട് പീറ്റ് എഴുന്നേൽക്കുകയും അവൻ ഡ്രാഗനെ വിളിക്കാതെ കോമ്പസും എടുത്ത് പുറത്തേക്ക് ഓടുകയും സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറെ മനുഷ്യന്മാർ കാട്ടിലെ മരങ്ങളൊക്കെ മുറിച്ചു കളയുന്നതായി അവൻ കാണുകയും ഇതിനിടെ ഗ്രേസ് അവളെ മകളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയും ഹസ്ബൻഡിനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രേസിന്റെ മകൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ശേഷം കാടൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പീറ്റിനെ ശ്രദ്ധിക്കുകയും അതോടെ അവൻ അത് കണ്ടതും അവിടെ നിന്നും ഓടുമ്പോൾ
പുറകെ തന്നെ അവളും ചെല്ലുകയും അങ്ങനെ അവൻ അവൾ കാണാതെ ഒളിച്ചൊക്കെ നിൽക്കുകയും ശേഷം വീണ്ടും അവിടെ നിന്ന് ഓടുമ്പോൾ അവൾ വീണ്ടും അവന്റെ പിന്നാലെ തന്നെ ഓടിപ്പോവുകയും ഇതിനിടെ മരത്തിന്റെ മുകളിലായി അവനെ കണ്ടതും നീ എങ്ങനെയാണ് അവിടെയൊക്കെ കയറിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ വീണ്ടും അങ്ങ് മുകളിലേക്ക് കയറുകയും അങ്ങനെ അവൾ അവനെ പിന്തുടർന്ന് അവളും കയറാൻ തുടങ്ങുകയും അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വീഴാൻ പോവുകയും അതോടെ അവൾ ഒച്ച വെക്കുമ്പോൾ ഗ്രേസ് ഒക്കെ കേൾക്കുകയും ഇതിനിടെ പീറ്റ് അവളെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടി പൊക്കാൻ നോക്കുമ്പോൾ മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് താഴേക്ക് വീഴുകയും ഇതിനിടെ പീറ്റ് ഒരു കൊമ്പിൽ പിടിച്ച് അവളെയും അങ്ങ് പിടിച്ചു നിർത്തുകയും താഴത്തെ കൊമ്പായതുകൊണ്ട് അവളെ നിലത്തേക്കിട്ട് അവളുടെ മുടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കെത്ര വയസ്സായെന്നൊക്കെ അവൾ ചോദിക്കുകയും എനിക്ക് 5 ആണെന്നൊക്കെ അവൻ പറയുമ്പോൾ കണ്ടിട്ട് അതിൽ കൂടുതലുണ്ടല്ലോ എന്നൊക്കെ അവൾ പറയുകയും നിന്റെ പേരെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ പീറ്റ് ആണെന്ന് അവൻ പറയുകയും എന്റെ പേര് നാത്തലി ആണെന്നൊക്കെ അവൾ പറയുമ്പോൾ അവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരികയും ഈ സമയം അവൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിനക്കെന്താണ് പറ്റിയതെന്നൊക്കെ അമ്മ ഗ്രേസും അച്ഛനും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനെ ഫോളോ ചെയ്ത് പോയതാണെന്ന് അവൾ പറയുകയും അവന്റെ പേര് പീറ്റ് ആണെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുത്തതോടെ ഗ്രേസ് പീറ്റിന് നേരെ പോവുകയും മോനെ നിന്റെ പേര് പീറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പീറ്റ് പേടിച്ച് മരത്തിന് പുറകിൽ ഒളിക്കുകയും ഈ സമയം നിന്റെ സ്ഥലം എവിടെയാ മോനെ നീ എവിടെ നിന്നാ വന്നത് എന്നൊക്കെ ഗ്രേസ് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടുന്നില്ല ഇതിനിടെയാണെങ്കിൽ അവളുടെ കോമ്പസ് അവന്റെ കഴുത്തിലിട്ടിരിക്കുന്നത് കണ്ട് നിനക്ക് എവിടെ നിന്ന് അത് കിട്ടിയതെന്ന് അവൾ ചോദിക്കുന്നതിന് മുന്നേ അവൻ അവിടെ നിന്ന് ഓടുകയും ഈ സമയം ഒരുത്തൻ അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി മരം കയറാൻ നോക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല മോനെ എന്ന് പറഞ്ഞ് അയാൾ അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അവന്റെ പിടിവിട്ട് വീണ് ബോധമങ്ങ് പോകുന്നു ഈ സമയമാണെങ്കിൽ ഡ്രാഗൺ ഉറക്കമെണീക്കുകയും പീറ്റിനെ അവിടെ അങ്ങ് നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും കാണുന്നില്ല അതോടെ ഡ്രാഗന് സങ്കടമായി ഉറക്കനെ കരഞ്ഞൊക്കെ വിളിക്കുകയും ശേഷം മണത്ത് പീറ്റിനെ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് കുറച്ചാൾക്കാർ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുകയും ഇതിനിടെ അത് ഒരു മരത്തിലൊക്കെ ചാരി അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരമങ്ങ് ഓടിഞ്ഞ് അവരുടെ അടുത്തേക്ക് വീഴുമ്പോൾ തൊട്ടടുത്തായി എന്തോ വലിയ മൃഗം ഉള്ളതായി അവർക്ക് മനസ്സിലാവുകയും അതോടെ പണിക്കാരുടെ ഹെഡ് എല്ലാവരും റെഡിയാവ് നമുക്കതിനെ അങ്ങ് തീർക്കാമെന്നും പറയുമ്പോൾ പീറ്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുകയും ഇതിനിടെ അവന്റെ അമ്മ അവന്റെ സ്വപ്നത്തിൽ വന്ന് അവനെ വിളിക്കുന്നതായി തോന്നുമ്പോൾ അവൻ എണീക്കുകയും ചുറ്റും നോക്കി എവിടെയാണുള്ളതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയും ഇതിനിടെ അവിടെയുള്ള ബലൂണിലൊക്കെ തട്ടി അവൻ പേടിച്ചു പോവുകയും ഈ സമയം ഗ്രേസ് ആണെങ്കിൽ പോലീസുകാരോട് ഇവൻ എങ്ങനെയായിരിക്കും ആ കാട്ടിലേക്ക് എത്തിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രേസിന്റെ മകൾ നാത്തലി അവനെ ചെന്ന് നോക്കുമ്പോൾ അവനവിടെ ഇല്ലാത്തത് കണ്ട് അവരോടൊക്കെ പറയുകയും ഈ സമയം പീറ്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ ഡ്രസ്സും ഇട്ട് റോഡിലൂടെ ഏലിയറ്റിനെ വിളിച്ച് ഓടുമ്പോൾ മുന്നിൽ വണ്ടിയൊക്കെ വരികയും അങ്ങനെ അവൻ അതിന്റെ മേലേക്ക് കയറി ഓടുമ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിക്കുകയും ഈ സമയം അവൻ സ്കൂൾ ബസിന്റെ മേലെയൊക്കെ കയറി പൊക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് അവനെ കണ്ടുപിടിക്കുകയും ഇതിനിടെ അവൻ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയതും അവൻ പെട്ടുപോവുകയും ഇതിനിടെ ഗ്രേസ് അങ്ങോട്ടേക്ക് വന്ന് ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല മോനെ നീ പേടിക്കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ പീറ്റ് ഓടാൻ ശ്രമിക്കുകയും ഇതിനിടെ അവൾ അവനെ പിടിച്ചു വെച്ച് ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ സങ്കടപ്പെട്ട് ചെന്നായി കരയും പോലെ കരയുകയും അതോടെ എല്ലാവർക്കും അത് കണ്ട് സങ്കടമാവുന്നു എന്നാൽ ഇതേ സമയമാണെങ്കിൽ പണിക്കാരുടെ ഹെഡും പണിക്കാരും ചേർന്ന് കാട്ടിനുള്ളിലൊക്കെ നോക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ ഇൻവിസിബിൾ ആയിക്കൊണ്ട് അവരെ ശ്രദ്ധിക്കുകയും ഇതിനിടെ അതിന്റെ കാൽപ്പാടൊക്കെ കണ്ട് ഇത് കരടിയുടെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും വലിയ കരടിയൊന്നും ഇല്ല എന്ന് അയാൾ പറയുകയും അവർ അതിനെ തേടി മുന്നോട്ട് നടക്കുകയും ചെയ്യുന്നു ഇതിനിടെ ഗ്രേസ് ആണെങ്കിൽ പീറ്റിനെ വണ്ടിയിലിരുത്തി അവനെ ഹോസ്പിറ്റലിൽ നിർത്തിയാൽ അവൻ പേടിക്കുമെന്ന് പറഞ്ഞ് അവനെ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിപ്പിക്കുകയും ശേഷം വണ്ടിയിൽ കയറി നമ്മൾ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് നെത്തലി വണ്ടിയിൽ പാട്ടൊക്കെ ഇടുകയും അങ്ങനെ പോയി വീട്ടിലെത്തിയതും നെത്തലി ഡോറങ്ങ് തുറക്കുമ്പോൾ പീറ്റ് ഇറങ്ങി ഓടുകയും അതോടെ ഗ്രേസ് അവനെ ഓടി പിടിക്കുകയും മോനെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നൊക്കെ ഗ്രേസി ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പീറ്റ് പറയുകയും നിന്റെ വീട് എവിടെയാണെന്നൊക്കെ ഗ്രേസി ചോദിക്കുമ്പോൾ അവന് എവിടേക്കാണ് പോവേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അത് കണ്ട ഗ്രേസ് നീ എന്റെ കൂടെ ഇപ്പൊ വന്ന നാളെ നിന്നെ ഞാൻ നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവാം പിന്നെ നിന്നെ പോലെ തന്നെ എനിക്കും ചെറുപ്പത്തിൽ കാട് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാട് സംരക്ഷിക്കാനുള്ള ജോലി ചെയ്യുന്നത് ഞാൻ കാട്ടിലുള്ള എല്ലാ ജീവികളെയും സംരക്ഷിക്കും നീയും കാട്ടിലുള്ളതാണ് അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കുമെന്ന് അവൾ പറയുമ്പോൾ ഏലിയറ്റിനെ സംരക്ഷിക്കുമെന്ന് അവൻ ചോദിക്കുകയും അതാരാണ് ഏലിയറ്റ് എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഗ്രേസിന്റെ ഹസ്ബൻഡ് അവളെ വിളിക്കുകയും അങ്ങനെ അവർ പീറ്റിന് ഫുഡൊക്കെ കൊടുക്കുകയും ഈ സമയം ഗ്രേസ് അവനെ പറ്റിയൊക്കെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഫുഡ് എങ്ങനെ കഴിക്കണമെന്നൊക്കെ ആറ്റ്ലി പറഞ്ഞു കൊടുക്കുകയും അതോടെ അവൻ അങ്ങനെ കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണെങ്കിൽ പണിക്കാരൊക്കെ ചേർന്ന് അവർ കണ്ട ആ വലിയ ജീവി എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പണിക്കാരുടെ ഹെഡ് പീറ്റും ഡ്രാഗനും താമസിച്ച ഗുഹ കാണുകയും അങ്ങനെ അവൻ അതിലോട്ട് ടോർച്ചൊക്കെ അടിച്ച് കയറുകയും അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പീറ്റിന്റെ കുട്ടിക്കാലത്തുള്ള കഥബുക്ക് അവിടെ നിന്നും കിട്ടുകയും അതടുത്ത് പുറത്തേക്ക് വരുന്നത് ഡ്രാഗൻ കണ്ടതോടെ ഡ്രാഗൻ വയലന്റ് ആയി അലറുന്നത് കണ്ട് അവരൊക്കെ പേടിച്ചു പോവുകയും അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി വണ്ടിയിലേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ ഹെഡും അതിലേക്ക് കയറുകയും ഈ സമയം ഡ്രാഗൻ ഇൻവിസിബിൾ ആയിക്കൊണ്ട് വണ്ടി പോക്കുമ്പോൾ അവർക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഹെഡിന് അടുത്തെന്തോ ഉള്ളതായി തോന്നുമ്പോൾ വെടിവെക്കാൻ നോക്കുകയും ഈ സമയം തോക്കിനെയും അവനെയും പാലിച്ചങ്ങിട്ട് പൊട്ടിച്ച് അവന് നേർക്ക് വരികയും അത് കണ്ട് അവൻ പേടിച്ച് മുള്ളാൻ നോക്കുമ്പോൾ ഡ്രാഗൻ അവന് നേർക്ക് തുമ്മി അങ്ങ് വെച്ചു കൊടുക്കുകയും അതോടെ അവർ വണ്ടിയിൽ കയറി അവിടെ നിന്നും പോകുമ്പോൾ അവരെ ഫോളോ ചെയ്ത് പീറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡ്രാഗനും പോകുന്നു ഈ സമയം പീറ്റിനാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതൊക്കെ അത്ഭുതത്തോടെ നോക്കുകയും അവന് എങ്ങനെ ബ്രഷ് ചെയ്യാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ഈ സമയം ഡ്രാഗൻ ആണെങ്കിൽ ടൗണിലേക്കൊക്കെ എത്തുകയും പീറ്റിനെ അന്വേഷിച്ച് എവിടെയൊക്കെ പറന്നു പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടെ ഗ്രേസ് ആണെങ്കിൽ പീറ്റിനോട് നീ പറഞ്ഞ ഏലിയറ്റില്ലേ അത് നായ്ക്കുട്ടി വല്ലതും ആണോ എന്ന് ഗ്രേസ് ചോദിക്കുമ്പോൾ പീറ്റ് അല്ലാന്ന് പറയുകയും പിന്നെ അവൻ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഫോണിൽ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഗ്രേസിനെ ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടുപോവുകയും അങ്ങനെ അവൾ ഫോൺ എടുത്തതും പോലീസ് അവന്റെ
അമ്മയും അച്ഛനും ആക്സിഡന്റിൽ മരിച്ചതാണെന്ന് പറയുകയും കുട്ടിയെ കാണാതായതാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാത്തലി ആണെങ്കിൽ അവന്റെ ഏലിയറ്റിനെ പറ്റി ചോദിക്കുകയും പീറ്റിന് അവന്റെ രൂപം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയാത്തതോടെ അവൻ ചിത്രം വരക്കുകയും ഈ സമയം ഏലിയറ്റ് ആണെങ്കിൽ പീറ്റിനെ നോക്കി ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഹെഡിന്റെ വണ്ടി വീണ്ടും കാണുകയും അതോടെ അവനെ വീണ്ടും ഫോളോ ചെയ്തു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെയാണെങ്കിൽ പീറ്റ് വരച്ച ചിത്രം കണ്ട് ഇതൊരു ഡ്രാഗൻ ആണെന്നൊക്കെ നാത്തലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പീറ്റ് ചോദിക്കുകയും നീ വരച്ചത് ഡ്രാഗനെയാണെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുകയും ഇതിനിടെ ഗ്രേസ് അങ്ങോട്ടേക്ക് വരികയും അവനോട് തനിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. നീ എങ്ങനെയാണ് കാട്ടിലേക്ക് എത്തിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഗ്രേസ് അവനോട് ചോദിക്കുമ്പോൾ അവന്റെ അമ്മയും അച്ഛനും ആ യാത്രയിൽ വെച്ച് മരിച്ചതൊക്കെ അവൻ പറയുകയും അങ്ങനെയാണ് അവൻ കാട്ടിലേക്ക് എത്തിയതെന്നൊക്കെ അവൻ പറയുമ്പോൾ ഗ്രേസ് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒറ്റക്കൊന്നുമല്ല എന്ന് പറയുമ്പോൾ അതെ, ഞാൻ ഒരിക്കലും ഒറ്റക്കായിട്ടില്ല, എന്റെ കൂടെ ഏലിയറ്റ് ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അതെങ്ങനെയാണ് കാണാനെന്നൊക്കെ ഗ്രേസ് ചോദിക്കുകയും ഇതിനിടെ നേരത്തെ വരച്ച ഫോട്ടോ അവളെ കാണിക്കുമ്പോൾ ഇതാണോ നിന്റെ ഏലിയറ്റ് എന്നൊക്കെ അവൾ പറയുകയും അതേ എന്നും പീറ്റ് പറയുകയും നാളെ നിങ്ങൾ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അവനെ കാണിച്ചു തരാമെന്നും പീറ്റ് പറയുകയും അതോടെ നീയൊരു ധൈര്യമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് അവനെ കെട്ടിപ്പിടിക്കുകയും അതോടെ അവന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയമാണെങ്കിൽ ഡ്രാഗൻ ആ വണ്ടി ഫോളോ ചെയ്തു പോവുകയും ഈ സമയം വണ്ടി അവിടേക്ക് എത്തുകയും ഹെഡ് ഇറങ്ങി വന്ന് ഗ്രേസിന്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും ശേഷം കാര്യം പറയാൻ തുടങ്ങുന്നു. നിന്റെ വൈഫിന്റെ അച്ഛനില്ലേ, അവർ ഡ്രാഗനെ പറ്റി പറഞ്ഞ കഥയൊക്കെ ഉള്ളതാണെന്ന് അവൻ പറയുകയും ഞാൻ അതിനെ ഇന്ന് നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസ് ഇതൊക്കെ ഉള്ളിൽ നിന്നും കേൾക്കുകയും ആ ഡ്രാഗനന്റെ എണ്ണു വരെ പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവന് വിശ്വാസം വരാത്തത് കണ്ട് അവന് ദേഷ്യം വരികയും അതോടെ അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പൊക്കളയുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞതും ഡ്രാഗൻ പതിയെ ചെന്ന് വീടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഗ്രേസിന്റെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന പീറ്റിനെ കാണുകയും അതോടെ അവൻ എന്നെ മറന്നു എന്ന് കരുതി ഡ്രാഗൻ വല്ലാതെ സങ്കടപ്പെടുകയും അവിടെ നിന്നും പറന്ന് അവന്റെ ഗുഹയിലെത്തിയതും സങ്കടത്തോടെ കിടന്നുറങ്ങുന്നു. ഈ സമയമാണെങ്കിൽ ഗ്രേസ് അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തുകയും ശേഷം ഒരു കുട്ടിയെ എനിക്ക് കാട്ടിൽ നിന്നും കിട്ടി, അവന്റെ പേര് പീറ്റ്, അവൻ 6 വർഷത്തോളമായി കാട്ടിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ അവൾ പറയുമ്പോൾ 6 വർഷമൊക്കെ ഒരു കുട്ടിക്ക് തനിച്ച് കാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ ഒറ്റക്കല്ലായിരുന്നു എന്ന് ഗ്രേസ് പറയുകയും നിങ്ങൾ പറഞ്ഞ ആ ഡ്രാഗൻ അവന്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവൻ വരച്ച ചിത്രം കാണിച്ചു കൊടുക്കുകയും അവളുടെ അച്ഛൻ പറഞ്ഞ കഥകൾ ശരിയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ കഥ വീണ്ടും പറയാൻ തുടങ്ങുന്നു. ഞാനൊരിക്കൽ കാട്ടിൽ വേട്ടക്ക് പോയപ്പോഴാണ് ഞാൻ അതിനെ കണ്ടത്, അത് വലിയൊരു ഡ്രാഗൻ ആയിരുന്നു. അതോടെ ഞാൻ എന്റെ ഗണ്ണെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെന്തൊക്കെയോ പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നി. അതോടെ ഞാൻ ഗണ്ണ് താഴെ വെക്കുകയും ഈ സമയം ഞാൻ അതിന്റെ കണ്ണിലേക്ക് നോക്കിയതും അത് എന്നെയും ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും ഓടി മാഞ്ഞങ്ങ് പോയി എന്ന് അയാൾ പറയുകയും പക്ഷേ ഞാൻ ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞിട്ടും ആരും എന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അച്ഛാ, പക്ഷേ ഇത്രയും കാലം ഞാൻ ആ കാട്ടിൽ പണിയെടുത്തിട്ടും ഞാൻ ആ ഡ്രാഗനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ കഥയങ്ങ് വിശ്വസിക്കാൻ കഴിയാത്തതെന്ന് അവൾ പറയുമ്പോൾ നീ ആ കുട്ടിയെ മിസ് ചെയ്തല്ലോ എന്ന് പറയുകയും അതുപോലെ തന്നെയാണ് നീ ഡ്രാഗനെയും കാണാതിരുന്നതെന്ന് അച്ഛൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഡ്രാഗനെ കാണാൻ വേണ്ടി റെഡിയായിരിക്കുന്ന പീറ്റിനെയാണ്. അവരങ്ങനെ പോകുന്നതിനിടെ ഗ്രേസിന്റെ അച്ഛനെയും കൂട്ടുന്നുണ്ട്. എന്നാൽ ഇതേ സമയമാണെങ്കിൽ ഗ്രേസിന്റെ ഹസ്ബൻഡ് ഗാവിൻ ഹെഡിന്റെ അടുത്തേക്ക് പോയതും അവനവിടെ ഇല്ല എന്ന് അവിടെയുള്ളവർ പറയുകയും അവനെന്തിനോ കാട്ടിൽ വേട്ടക്ക് പോയിരിക്കുകയാണെന്നൊക്കെ അവർ പറയുമ്പോൾ അവൻ ഗാവിന്റെ ഓഫീസിൽ ചെന്ന് നോക്കുകയും ഇതിനിടെ അവിടെ ഞാൻ ആ ഡ്രാഗനെ പിടിക്കാൻ പോവുകയാണെന്ന് എഴുതി വെച്ചത് കണ്ട് ജാക്ക് അവിടെ നിന്നും അവരെ തടയാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഇതേ സമയമാണെങ്കിൽ ഗ്രേസും പിള്ളേരും അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയും അങ്ങനെ കാട്ടിലൂടെ പോയി ഏലിയറ്റിന്റെ ഗുഹയുടെ അടുത്തേക്ക് എത്തിയതും അവൻ വിളിച്ചു നോക്കുമെങ്കിലും അത് വരുന്നില്ല. അതോടെ അവൻ ഉള്ളിലേക്ക് പോവുകയും ഈ സമയം ഗ്രേസിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കാട്ടിലേക്ക് എത്തുകയും അവരൊക്കെ വിളിച്ചു നോക്കുകയും ചെയ്യുമ്പോൾ പീറ്റ് ഡ്രാഗനെ കൂട്ടി പുറത്തേക്ക് വരികയും അങ്ങനെ ആ വലിയ ഡ്രാഗനെ കണ്ട് അവർ ഞെട്ടുകയും ഇതിനിടെ അച്ഛൻ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല എന്നൊക്കെ പറയുകയും നാത്തലി ആണെങ്കിൽ മുന്നോട്ട് വന്ന് അതിനെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഹെഡ് അതിനെ നേരെ മയക്കുവെടി അടിച്ചുവിടുകയും ഇതിനിടെ ഡ്രാഗൻ വാലന്റായി അവർക്ക് നേരെ കരയുകയും ഇതിനിടെ കൂടുതൽ മയക്കുവെടി വെക്കുന്നതോടെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ആരുമൊന്നും കേൾക്കുന്നില്ല. ഇതിനിടെ ആണെങ്കിൽ അതിനെ നേരെ കയറൊക്കെ ഇട്ട് വലിച്ച് കെട്ടാൻ നോക്കുമ്പോൾ അവരെയൊക്കെ തൂക്കി അങ്ങ് എറിയുകയും ഈ സമയം പീറ്റ് ഒരു വടിയെടുത്ത് ഹെഡായ ഗേവിനെ അടിക്കുകയും ഇതിനിടെ ഗേവിൻ അവനെ പിടിച്ചു വെക്കുമ്പോൾ പീറ്റ് ഏലിയറ്റിനോട് പറക്കാൻ പറയുകയും അതോടെ അത് എങ്ങനെയൊക്കെയോ ഉള്ള ശക്തിയൊക്കെ എടുത്ത് മുകളിലേക്ക് പറന്നു പോവാൻ നോക്കുമ്പോൾ മയക്കുവെടി കൊണ്ടതുകൊണ്ട് അവശനായി താഴേക്ക് വീഴുകയും മരത്തിലൊക്കെ കൊണ്ട് താഴേക്ക് വീഴുമ്പോൾ ആ വെയിറ്റ് കൊണ്ട് മരം അങ്ങ് ഒടിഞ്ഞു പോവുകയും ഈ സമയം ഡ്രാഗന്റെ ബോധവും അങ്ങ് പോകുമ്പോൾ പീറ്റ് അതിന്റെ അടുത്തേക്ക് പോവുകയും ശേഷം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കണ്ട് ഗ്രേസും കരയുകയും ഈ സമയം ഗ്രേസിന്റെ ഹസ്ബൻഡും അങ്ങോട്ടേക്ക് എത്തുകയും അത് കണ്ട് ഇതെന്താ സാധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രാഗൻ എന്ന് ഗാവിൻ പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ഡ്രാഗനെ അവർ വണ്ടിയിൽ കയറ്റി അവരുടെ മരമില്ലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ എല്ലാവരും പോവുകയും ഡ്രാഗനെ മരമില്ലിലെ ഒരു മുറിയിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യുന്നു. ഈ സമയമാണെങ്കിൽ പീറ്റ് അവിടെ ഇരുന്ന് കരയുമ്പോൾ നാത്തലി അവനെ ആശ്വസിപ്പിക്കുകയും ഈ സമയം ഗ്രേസിന്റെ അച്ഛൻ ഹെഡ് ഗാവിനോട് നീ ഇനി ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യാനാ, അതുകൊണ്ട് പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തോളുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്രേസും ജാക്കും അങ്ങോട്ടേക്ക് വരികയും ഈ സമയം ഡ്രാഗൻ ഒച്ചത്തിൽ കരയുകയും അവിടെ അവശയായി കിടക്കുകയും ചെയ്യുമ്പോൾ പീറ്റ് ഇതൊക്കെ കേട്ട് ഒരുപാട് സങ്കടപ്പെടുകയും അവനെ വീണ്ടും നാത്തലി ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയമാണെങ്കിൽ ഗ്രേസ് ഡ്രാഗനെ മുഴുവനായെന്ന് നോക്കി അതിനെ തൊടുമ്പോൾ അതിന്റെ കളറ് പച്ച കളറായി മാറുകയും അത് കണ്ട് നിങ്ങളൊക്കെ അത് കണ്ടോ എന്ന് ഗ്രേസ് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് അച്ഛനും പറയുകയും ഈ സമയം ഒരുപാട് പോലീസ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പീറ്റ്
പീറ്റും നാത്തലിയും കൂടി ഒളിച്ചുപോയി അതിനെ രക്ഷിക്കാൻ തീരുമാനിക്കുകയും ഇതിനിടെ ഗാവിൻ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീറ്റും നാത്തലിയും മുകളിലൂടെ ആ വെയർ ഹൗസിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോവുകയും ഇതിനിടെ പോലീസ് ഉള്ളിൽ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി എന്നൊക്കെ ഹെഡ് ഗാവിൻ പറയുകയും ഈ സമയം നാത്തലി ഉള്ളിൽ നിന്നും ആ വാതിലങ്ങ് പൂട്ടുകയും ഈ സമയം പീറ്റ് അതിന്റെ ചങ്ങലയൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. അതോടെ ഉള്ളിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഗാവിനും പണിക്കാരും കൂടെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഡ്രാഗൻ അവിടെ ഇല്ലാത്തത് കണ്ട് പോലീസുകാരൻ ഞാനൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാ മാളത്തിലൂടെ പറന്നു പോയിരിക്കാമെന്നൊക്കെ ഗാവിൻ പറയുകയും എല്ലാവരോടും അതിനെ അന്വേഷിക്കാൻ പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഗ്രേസിന് ഡ്രാഗൻ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാവുകയും അതോടെ അവൾ പുറത്തിറങ്ങി വാതിലടക്കുകയും ഈ സമയം പോലീസ് ശരിക്കും അതിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഡ്രാഗൻ ആയിരുന്നു എന്നൊക്കെ അവർ പറയുകയും ഇതിനിടെ നിങ്ങളൊക്കെ എന്തുവാടാ മണ്ടത്തരം വിളിച്ചു പറയുന്നതെന്നൊക്കെ പോലീസ് പറയുമ്പോൾ ഗ്രേസ് വന്ന് ജാക്കിനെ മാറ്റി നിർത്തുകയും ഡ്രാഗൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് മറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുകയും അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ പീറ്റും നാത്തലിയും ട്രക്ക് എങ്ങനെ ഓടിക്കാമെന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അതിന് പറ്റുന്നില്ല. എന്നാൽ ഈ സമയം അപ്പാപ്പൻ അങ്ങോട്ടേക്ക് വരികയും നമുക്ക് അവനെ അങ്ങ് രക്ഷിക്കാമെന്നും പറഞ്ഞ് ട്രക്ക് അങ്ങ് ഓണാക്കുകയും അവിടെയൊക്കെ ഇടിച്ചു പൊളിച്ച് പൊക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഇതൊക്കെ കണ്ട് കിളി പോവുകയും അവരെല്ലാവരും ചേർന്ന് അതിനെ ഫോളോ ചെയ്തു പോവുകയും ചെയ്യുമ്പോൾ പീറ്റ് ഡ്രാഗനോട് പറക്കാൻ പറയുകയും അങ്ങനെ ഡ്രാഗൻ അത് കേട്ടതും പറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ട്രക്കിൽ തന്നെ വന്ന് ഇടിക്കുകയും ഇതിനിടെ ആണെങ്കിൽ ട്രക്കിന്റെ ബ്രേക്കിന്റെ കേബിൾ അങ്ങ് കട്ടായി പോവുകയും ഇതിനിടെ ഗാവിന് അവരുടെ നേർക്ക് എത്തുകയും അതിന്റെ ഡ്രാഗനാണെന്നൊക്കെ പറഞ്ഞ് നിർത്താൻ പറയുകയും അവരെ ഓവർടേക്ക് ചെയ്ത് കുറച്ച് മുന്നിൽ പോയി നിർത്തുകയും അവരോട് നിർത്താനും പറയുമ്പോൾ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാതിരിക്കുകയും ഈ സമയം വണ്ടി അടുത്തെത്തിയതും അവരെല്ലാവരും ചാടി മാറുകയും അങ്ങനെ വണ്ടി ഇടിച്ച് വണ്ടിയുടെ സ്പീഡ് വളരെ കുറയുകയും ട്രക്കിൽ നിന്നും പുകയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ പോലീസിന്റെ സൈറൻ കേട്ട് എലിയറ്റ് വല്ലാതെ വയലന്റ് ആവുകയും അതോടെ എലിയറ്റ് ദേഷ്യത്തോടെ പറന്ന് പാലത്തിന്റെ മേലേക്ക് അങ്ങ് കയറുകയും ഈ സമയം ഗ്രേസും ജാക്കും വന്നുകൊണ്ടിരിക്കുമ്പോൾ എലിയറ്റ് അതിന്റെ തീ അങ്ങ് ഊതുകയും പാലമൊക്കെ പൊളിയാൻ തുടങ്ങുമ്പോൾ അവരുടെ വണ്ടി അതിൽ പെട്ടുപോവുകയും ഇതിനിടെ ഗാവിൻ അവരെ രക്ഷിക്കാൻ പോകുമ്പോൾ പീറ്റ് ആണെങ്കിൽ ഡ്രാഗനോട് അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ഡ്രാഗൻ അതങ്ങ് നിർത്തുകയും ശേഷം അവനെ നോക്കുമ്പോൾ അവര് നല്ലവരാണെന്നൊക്കെ അവൻ പറയുകയും ഇതിനിടെ ഗാവിൻ അവരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ വണ്ടി താഴോട്ടേക്ക് പൊളിഞ്ഞു പോകാൻ നോക്കുകയും ഇതിനിടെ പീറ്റ് അവരെ രക്ഷിക്കുമെന്ന് ഉറക്കനെ വിളിച്ചു പറയുകയും അതോടെ ഡ്രാഗൻ ചെന്ന് വണ്ടി താങ്ങി നിർത്തുകയും അവര് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുമ്പോൾ പാലം പൊളിഞ്ഞ് അവരും ഡ്രാഗനും താഴോട്ട് വീഴുകയും അത് കണ്ട് അവരെല്ലാവരും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എന്തോ ഒച്ച കേൾക്കുകയും അങ്ങനെ അവർ നോക്കുമ്പോൾ ഡ്രാഗൻ അവരെയും എടുത്ത് മുകളിലോട്ട് പറന്നങ്ങ് വരികയും അതുകണ്ട് ഗാവിനും സന്തോഷമാകുമ്പോൾ ഡ്രാഗൻ താഴോട്ട് പറന്നിറങ്ങുകയും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവരൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ പീറ്റും എലിയറ്റിനെ കെട്ടിപ്പിടിക്കുകയും അതോടെ ഗാവിനും അവരുടെ ഭാഗത്താവുമ്പോൾ പോലീസുകാരെ വിളിച്ച ഹെലികോപ്റ്റർ ഡ്രാഗനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് കണ്ട് പീറ്റ് ഡ്രാഗന്റെ മേലേക്ക് കയറുകയും അത് തടയാൻ നോക്കുന്നതിന് മുന്നേ പീറ്റും ഡ്രാഗനും അവിടെ നിന്നും ദൂരേക്ക് അങ്ങ് പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഡ്രാഗനും പീറ്റും അവരുടെ കൂടിന്റെ അടുത്തേക്ക് എത്തുകയും ശേഷം അവിടെ ആകെ പൊളിഞ്ഞിരിക്കുന്നത് കണ്ട് നമുക്കിനി ഇവിടെ താമസിക്കാൻ പറ്റില്ല, പിന്നെ അവർ നമ്മളെ തേടി ഇനിയും ഇങ്ങോട്ടേക്ക് വന്നേക്കാമെന്നൊക്കെ പീറ്റ് പറയുമ്പോൾ ഡ്രാഗൻ എനിക്ക് അപ്രത്യക്ഷമാവാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുകയും ശേഷം അവന്റെ ബുക്ക് എടുത്ത് നീ മനുഷ്യന്മാരോടൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് ഡ്രാഗൻ അവനോട് ആ ബുക്കിലെ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല എന്ന് പീറ്റ് പറയുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ ഡ്രാഗനും അവനെ കെട്ടിപ്പിടിക്കുകയും ഇതിനിടെ കരഞ്ഞുകൊണ്ട് പീറ്റ് ഡ്രാഗൻ കരയുന്ന പോലെയൊക്കെ കരയുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയമാണെങ്കിൽ ഗ്രേസും കുടുംബവും പീറ്റ് പോയ സങ്കടത്തിൽ വണ്ടിയോടിച്ച് വീട്ടിലേക്ക് എത്തുകയും ശേഷം അവർ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ പീറ്റ് അവിടെ നിൽക്കുന്നതായി കാണുകയും അവനെ കണ്ട ഉടനെ ഗ്രേസ് അവനെ ചെന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും അവരെല്ലാവർക്കും സന്തോഷമാവുമ്പോൾ ഏലിയറ്റ് അവിടെ നിന്നും പറന്നങ്ങ് പോകുന്നു. പിന്നെ ആ ഡ്രാഗനെ ആരും കണ്ടിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ്. അങ്ങനെ വെക്കേഷനൊക്കെ ആയതോടെ അവർ ഏലിയറ്റിനെ തപ്പിപ്പോവുകയാണ്. ഏലിയറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പീറ്റിന് നന്നായി അറിയാം. അങ്ങനെ അവർ കാടും മലയൊക്കെ കടന്ന് ഒരു സ്ഥലത്തെത്തിയതും ഏലിയറ്റ് എന്ന് വിളിച്ച് പീറ്റ് ഓടുമ്പോൾ ഏലിയറ്റ് അവന്റെ കൂടെ പറന്നു വരികയും ശേഷം മലയുടെ താഴേക്കൊക്കെ പോയി അതിന്റെയും കൂട്ടുകാരോടൊപ്പം പറന്നു പോകുമ്പോൾ അവരൊക്കെ ചിരിക്കുകയും അതോടെ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തുക. 2016 $65 മില്യൺ പുറത്തിറങ്ങിയ സിനിമ $143 മില്യൺ വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഫ്രം ആർ എൻ.